അവനെ അമ്മായിയെ വിളിച്ചോ? ആ, നല്ല കാര്യായി. വിളിച്ചോന്നല്ല, എത്ര തവണ വിളിച്ചോന്ന് ചോദിക്കേ. അവൾക്ക് ഇന്ന് നമ്മൾ പുറത്തു പോയതും പർച്ചേസ് ചെയ്തതും ഒക്കെ അമ്മയോട് പറഞ്ഞിട്ട് മതിയാവുന്നേയില്ല. അമ്മായിയുടെ കയ്യിന്ന് ആവശ്യത്തിന് ചീത്തയും കേട്ടു. നിങ്ങളെ കൊണ്ട് ഇത്രയും കാശ് ചെലവാക്കിച്ചില്ലേ? അതിന്റെ പരാതി അമ്മായി വരുമ്പോ ഞാൻ തീർത്തോളാം. ഇതിന്റെ പേരില് അടുത്ത ദിവസം കരയാൻ ഉദ്ദേശമുണ്ടോ? ഏയ്, എന്റെ കുട്ടിക്ക് ഇപ്പോ കുറച്ച് ധൈര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല അവണി, ഈ പഠിപ്പ് മാത്രമേ ഉള്ളൂ അതോ ഇനി വല്ല ആർട്സോ സ്പോർട്സോ അങ്ങനെ വല്ലതും ഉണ്ടോ കയ്യില്? ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള കോച്ചിങ് ഒക്കെ ഈ സിറ്റിയിൽ ധാരാളം ഉണ്ട് കേട്ടോ. പണച്ചിലവാവൂന്ന് കരുതി പറയാതെ ഒന്നും ഇരിക്കണ്ട. പറഞ്ഞോടി. ഒരു രസം കേൾക്കണോ? ഞാൻ സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട്. എത്ര വർഷം? 5 ദിവസം. 5 ദിവസോ സംഗീതം പഠിക്കാനോ? അതെന്താ പറ്റിയെന്നറിയോ? ഞങ്ങളുടെ വടക്കേ വീട്ടിലൊരു ചേച്ചിയുണ്ട്. ഞാൻ നീട്ടി കരയണ കണ്ടിട്ട് ചേച്ചി അമ്മയോട് പറഞ്ഞു അവളുടെ ഉള്ളിൽ സംഗീതമുണ്ട്, അതായിരിക്കും അവളുടെ വഴി, കൊണ്ടുപോയി പഠിപ്പിക്കാൻ. അമ്മ അത് കേട്ട് വിശ്വസിച്ചു. ഒരു ഭാഗവതരുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. എന്നിട്ടെന്താ, ഞാൻ മുമ്പത്തേലും നീട്ടി കരഞ്ഞു. അവസാനം എന്നെ എങ്ങനെയും കൊണ്ടുപോയാൽ മതിയെന്ന് ഭാഗവതർ പറഞ്ഞു. അമ്മ അതോടെ മതിയാക്കുകയും ചെയ്തു. അത് കൊള്ളാലോ. അല്ല, സംഗീത പഠനം തുടരണമെന്നുണ്ടോ? എനിക്ക് വേണ്ട, എനിക്കതൊന്നും ആവില്ല. ഇതുപോലെ രസകരമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. രസമുണ്ട് കേൾക്കാൻ. ഹലോ മൈഥിലി, രാവിലെയോ? ആ, നമുക്കൊരു 9 മണിക്ക് ഇറങ്ങിയ പോരെ? ആ ശരി. മോള് വിളിച്ചോ? ശരി, താൻ വെച്ചോ, നാളെ കാണാം. രഞ്ജിത്ത്, നാളെ ഞാൻ മൈഥിലിയായിട്ടൊന്ന് പുറത്തു പോവേ. അതെന്ത് പണിയാടോ? ഞാൻ നാളെ ലീവാണ്. നമുക്ക് 3-4 സ്ഥലത്ത് പോകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മൈഥിലിക്ക് ഒരു അർജന്റ് കാര്യ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മൈഥിലിയോട് പറ്റില്ലെന്ന് പറയാനും വയ്യ. മോളുടെ കാര്യത്തില് മൈഥിലി ആകെ ഡിപ്രസ്ഡാ. ഒന്ന് കൂടെ നിന്നില്ലെങ്കിൽ. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? അത് ഞാൻ പോയി വന്നിട്ട് പറയാം. എടോ, മൈഥിലിയുടെ കാര്യത്തില് ഈ അടുത്തിടെയായിട്ട് തനിക്ക് രഹസ്യങ്ങൾ കുറച്ച് കൂടുന്നുണ്ട്. കഷ്ടകാലത്തിന് ഞാൻ സാരംഗിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇത്ര എന്നെ ഒറ്റപ്പെടുത്തുകയൊന്നും ചെയ്യണ്ട കേട്ടോ. രഞ്ജിത്തിനെ എന്ത് ഒറ്റപ്പെടുത്താനാ? പോയി വന്നിട്ട് ഞാൻ പറയൂന്ന് പറഞ്ഞാ പറയൂന്ന് രഞ്ജിത്തിന് തന്നെ അറിയാലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവണി, നിന്റെ ചേച്ചിയുടെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ചികഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നിനക്കങ്ങനെ തോന്നിയോടി? ഏയ്, നിങ്ങൾ നല്ല പെർഫെക്റ്റ് ജോഡിയല്ലേ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? പിന്നില്ലാതെ. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പരസ്പരം ഇങ്ങനെ സ്നേഹിക്കുന്നവരെ കാണുന്നത് ആദ്യമായിട്ടാ. അതെ, ഞങ്ങളുടെ തല്ലും വഴക്കൊന്നും നീ കാണാത്തോണ്ട. നിങ്ങള് വഴക്കിട്ടാലും നല്ല സ്നേഹത്തിലല്ലേ വഴക്കിടുന്നേ? അത് വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ്. അനാമികെ, ആള് നമ്മള് കാണുന്ന പോലെയൊന്നും അല്ല. അത്യാവശ്യം നമ്മളെയൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചേ മതിയാവൂ. എന്താ മോളെ രാവിലെ തന്നെ? ഒന്നുമില്ല കുട്ടിച്ച, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇവനവിടെ തനിച്ചിരിക്കണ്ടേ, ഇവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. അതിനെന്താ, ലക്ഷ്മിക്ക് അതൊരു സന്തോഷമായിരിക്കും. മോൻ അമ്മമ്മയുടെ അടുത്തേക്ക് ചെല്ല്. നീ സാരംഗിനെ വിളിച്ചോ? 3-4 വട്ടം വിളിച്ചു നോക്കി, കിട്ടിയില്ല. ദുഷ്ടൻ. ഒരു അമ്മയുടെ വേദന എന്താണെന്ന് പോലും
അവന് മനസ്സിലാവുന്നില്ലല്ലോ. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലെ ഉദ്ദേശങ്ങൾ നല്ലതല്ലാതാവുമ്പോ ഒളിച്ചു നടക്കാനാവും കൂടുതൽ ഇഷ്ടം. സാരംഗ് പോയ കാര്യത്തിലുള്ള ടെൻഷനൊന്നും അല്ല കുട്ടിച്ച. എനിക്കെന്റെ മോളോടൊന്ന് സംസാരിച്ചാൽ മതി. പക്ഷെ അവൾക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതാ ഒരു വിഷമം. ആ കുഞ്ഞിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയും വൈരാഗ്യം മനസ്സിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയല്ലേ, പിന്നെ അതെന്ത് ചെയ്യാനാ? എന്തായാലും അവൻ ടൂർ കഴിഞ്ഞ് വരട്ടെ. എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഞാൻ അമ്മയൊന്ന് കാണട്ടെ. മോളെ, സാരംഗിന്റെ ഈ പോക്ക് ഒരു ദുരുദ്ദേശത്തോടെയാണെങ്കിൽ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നെ? പിടിച്ചു നിൽക്കണം. ഒറ്റപ്പെടല് ജീവിതത്തിന്റെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചാ കുട്ടിച്ച. എന്നിട്ട് അമ്മ എവിടെ? ഞാനിവിടെ ഉണ്ട്. ഞാൻ പറയുകയായിരുന്നു മോനോട്, അവിടെ വെറുതെ ഇരിക്കുമ്പോ എന്റെ അടുത്തേക്ക് പോന്നോളാൻ. എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളാകുമല്ലോ. മോൾ എങ്ങോട്ടാ പോന്നേ? ഒരു പേഷ്യന്റെ കാര്യത്തിനാ. ഒന്ന് വീട്ടിൽ ചെന്ന് കാണണം. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലല്ലോ. അങ്ങനെയുണ്ട് ചില ആളുകള്. അല്പം ആത്മാർത്ഥത കാണിച്ചാ പിന്നെ അങ്ങോട്ട് പോയി പരിപാലിക്കണം. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? മൈഥിലിയുടെ കാര്യമാവുമ്പോ ബാധ്യതയോടെ പോകുന്നതാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവള് നിത്യേന വന്ന് എന്നെ നോക്കുന്നത് എങ്ങനെയാ? അമ്മയുടെ കാര്യം എനിക്ക് സാധാരണ പേഷ്യന്റിന്റെ പോലെയാണോ? എന്റെ സ്വന്തം അമ്മയല്ലേ. മൈഥിലി ഉച്ചയ്ക്ക് മുമ്പ് എത്തുവോ? അറിയില്ല കുട്ടിച്ച, കുറച്ച് ദൂരമുണ്ട്. ചെല്ലുന്ന സ്ഥലത്തെ കണ്ടീഷൻ പോലെ ഇരിക്കും. വേറൊന്നിനുമല്ല, യദുക്കുട്ടൻ എന്താ കഴിക്കാൻ കൊടുക്കണ്ടെന്ന് ചോദിക്കാനാ. എന്തായാലും മോന്റെ ശീലങ്ങൾക്കനുസരിച്ചുള്ളതൊന്നും ഞങ്ങൾ പാചകം ചെയ്യാറില്ല. അപ്പൊ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് പുറത്തുനിന്നൊന്നും വേണ്ട. അപ്പൂപ്പനും അമ്മമ്മ എന്താണ് കഴിക്കുന്നത് അത് ഞാനും കഴിച്ചോളാം. അതൊന്നും വേണ്ട മോനെ. ഇവിടെ കഞ്ഞിയും പയറും പപ്പടവും അത്രയൊക്കെ ഉണ്ടാവൂ. അവനത് മതിയമ്മേ. അല്ലെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങള് അധികം കഴിക്കുന്ന ശീലം അവനില്ല. ആ, അങ്ങനെ ശീലമൊന്നും ഇല്ലെങ്കിൽ അതാ നല്ലത്. പുറത്തുനിന്ന് കാശ് കൊടുത്ത് വിഷം വാങ്ങി കഴിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. യാമി വിളിച്ചോ മോളെ? അതൊന്നും ചോദിച്ച അവളെ വിഷമിപ്പിക്കാതെ ലക്ഷ്മി. മൈഥിലി, നീ പോവാൻ നോക്ക്. ചേച്ചി പോയതിനു ശേഷം അമ്മ എപ്പോഴും കഴിച്ചില്ല അമ്മൂമ്മേ. എന്നെ കാണുമ്പോ മാത്രം കണ്ണു ഉടയ്ക്കും. മക്കളുടെ കാര്യത്തില് ഏതമ്മമാരും അങ്ങനെയാ. യദുക്കുട്ടൻ എപ്പോഴും അമ്മയുടെ അടുത്തുണ്ടാവണം. അമ്മയെ സമാധാനിപ്പിക്കണം. മോനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷിപ്പിക്കണം. ഒരുപാട് വിഷമിക്കുന്നുണ്ട് മോന്റെ അമ്മ, ഒരുപാട്. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോണേ മോളെ. മനസ്സൊക്കെ ആകെ അസ്വസ്ഥമായിരിക്കുക, ശ്രദ്ധിക്കണം. ശരി കുട്ടിച്ച. സങ്കടങ്ങൾ തിന്നു തീർക്കാൻ ഞാൻ ഇനി ഒരുപാട് ജീവിച്ചിരിക്കണമെന്ന് ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ടാവും. ഒന്നും പറ്റില്ല. രഞ്ജിത്തിനോട് പറഞ്ഞോ നമ്മൾ പോകുന്ന എവിടേക്കാന്ന്? ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ കാരണം വെറുതെ നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ ഉണ്ടാവും അല്ലേ? ചില കാര്യങ്ങളില് ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാ. അയാളുടെ പേരെന്താ പറഞ്ഞ? ജോസ്. പഴയൊരു ബിസിനസ്സുകാരനായിരുന്നു. ഇപ്പൊ എന്താ കണ്ടീഷൻ എന്ന് അറിയില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ അന്വേഷിച്ചെത്തുമ്പോ നമ്മളെ വിഴുങ്ങുന്ന ആരെങ്കിലും ആയിരിക്കുമോ? സാരംഗിന്റെ ഓഫീസിലെ വൃന്ദയോട് ഞാൻ മായാ മഹേശ്വരിയെ കുറിച്ചൊന്ന് തിരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ ഇപ്പൊ ഇങ്ങനൊരു കണ്ടുപിടുത്തം നടത്തിയത്. ഈ മായാ മഹേശ്വരി നമ്മൾ പറഞ്ഞ ജോസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം നമ്മളോട് പറഞ്ഞുകൊണ്ട് വൃന്ദയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? വൃന്ദേനി വിദേശത്തേക്ക് പോവാ.
ആ കുട്ടി ഇനി സാരംഗിന്റെ ഓഫീസിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ആ കാര്യത്തിലൊരു സമാധാനം. മൈഥിലി, മായാ മഹേഷിനെ കുറിച്ച് അവൾ ഇടപെടുന്ന ഒരു സ്ഥലത്തും നല്ലൊരു അഭിപ്രായമില്ല, സാരംഗിനെ ഒഴിച്ച്. ചിലപ്പോ സാരംഗിനെ വിശ്വസിപ്പിക്കാൻ മായ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാവും. അത് പൊളിച്ചു കൊടുക്കാൻ ചിലപ്പോ നമുക്ക് പറ്റും. ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവള് ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയ സാരംഗ് വീണ്ടും പഴയതുപോലെ എങ്ങനെ? പണ്ടത്തെ പോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന സാരംഗോ? ഞാനിനി അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അനാമിക. ഇപ്പൊ ഈ ഒരു കാര്യം അന്വേഷിച്ച് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത് സാരംഗിനെ മായാ മഹേശ്വരിയുടെ അടുത്ത് നിന്ന് വേർപെടുത്താനല്ല, എന്റെ മോൾക്ക് ചിലത് മനസ്സിലാക്കി കൊടുക്കാനാ. അവള് നടക്കുന്ന വഴി അപകടം നിറഞ്ഞതാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അത്രേ എനിക്ക് വേണ്ടൂ. ശരി, ദൂരം ഒരുപാടുണ്ട്, നമുക്ക് പോയാലോ? എന്നുവെച്ചാ ദൈവത്തിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല യദുക്കുട്ട. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ തന്നെ ദൈവം ഉടനെ നടത്തി തരികയൊന്നുമില്ല. ചിലപ്പോ അതിന് കുറേ സമയമെടുക്കും. അത് കാത്തിരിക്കാനുള്ള ക്ഷമയാ മനുഷ്യന് വേണ്ടത്. അമ്മ കരയുന്നൊന്നും ദൈവം കാണുന്നില്ലേ? എന്തോരം നാളായി അമ്മ കരയുന്നു. നല്ല മനുഷ്യർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോഴൊക്കെ അങ്ങനെയാ. പക്ഷേ വിശ്വാസം കൈവിടരുത്. നമ്മള് നല്ലത് മാത്രം ചെയ്തോണ്ടിരുന്നു നോക്ക്, കുറെ നാള് കഴിയുമ്പോ ഒരു നല്ല കാലം നമ്മളെ തേടി വരും. അമ്മയുടെ വിഷമമൊക്കെ ഒന്ന് മാറി കണ്ടാ മതിയായിരുന്നു. അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ചിരിക്കാറില്ല. അമ്മയുടെ ചിരിയും ഇതല്ല. കിട്ടിയോ? സംഗതിയൊക്കെ കിട്ടി. ഇനി ഇയാൾക്കത് പിടിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടാന്ന്. പിന്നെന്തിനാ വാങ്ങാൻ പോയത്? അത് ഞങ്ങളുടെ ഒരു സന്തോഷം അല്ലേടോ. ഞങ്ങൾക്ക് വേറെ പേരക്കുട്ടികൾ വല്ലവരും ഉണ്ടോ വരാൻ? അല്ലേ ലക്ഷ്മി? വിശക്കുമ്പോ മോനെടുത്ത് കഴിച്ചാ മതി കേട്ടോ. ഉച്ചയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ അമ്മൂമ്മ എന്താണോ കഴിക്കുന്നത് അതുകൂടെ കഴിക്കാം. ഇതൊരു ഇടനേരത്തിനാ. ആ ലക്ഷ്മി, എനിക്ക് ആ ബാങ്ക് വരെ ഒന്ന് പോണം. എന്തേ? ആ മാനേജർ മാറി. നമ്മുടെ ഒരു ചെറിയ ലോൺ ഉണ്ടല്ലോ, അതിന്റെ അടവൊന്ന് തെറ്റിയിരിക്കുക. നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അത് പ്രശ്നമാ. തനിക്കിപ്പോ യദുക്കുട്ടനുണ്ടല്ലോ കൂട്ട്. യദുക്കുട്ടാ, കുറച്ചേരം അമ്മൂമ്മയെ നോക്കിക്കൊള്ളില്ലേ? കുട്ടിച്ചും പൊക്കോ, ആ. അമ്മൂമ്മ ഞാൻ നോക്കിക്കോളാം. എന്തിനാ യദുവിനെ ഏൽപ്പിക്കുന്നത്? അല്ലെങ്കിലും കുട്ടിച്ചൻ പുറത്തു പോകുമ്പോ ഞാൻ തനിച്ചല്ലേ ഇവിടെ കഴിയുന്നത്. ആ എങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. പിന്നെ ലക്ഷ്മി, യദുക്കുട്ടൻ കുഞ്ഞാ. അവന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നീ പറയാവൂ. കൂടുതൽ പറഞ്ഞ് കുഞ്ഞിനെ പേടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ലക്ഷ്മിക്ക് മനസ്സിലായല്ലോ അല്ലേ? അമ്മൂമ്മേ, ലോൺ അടയ്ക്കാത്തത് കാശില്ലാങ്ങിട്ടാ? അതൊക്കെ കുട്ടിച്ചന്റെ കാര്യം. മോൻ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ അമ്മയോട് പറയട്ടെ, അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനെയും കുറച്ച് കാശ് തരാൻ. ഇക്കാര്യം മോന്റെ അമ്മ എപ്പോ വരുമ്പോഴും ചോദിക്കാറുള്ളതാ. കുട്ടിച്ചൻ അതൊന്നും സമ്മതിക്കില്ല, ഇഷ്ടവും ആവില്ല. അപ്പൊ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വിഷമാവില്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വിഷമമൊക്കെ ഒരു ശീലമായി. അമ്മൂമ്മേ, വേണ്ട. അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മോനും അത് വിഷമാവും. ആ, നമുക്ക് മോന്റെ സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. അതൊക്കെ ആവുമ്പോ കുറച്ചുനേരം അമ്മൂമ്മയ്ക്ക് രസമായിട്ട് കേട്ടോണ്ടിരിക്കാം. സ്കൂളിൽ എന്ത് കാര്യം അമ്മൂമ്മയ്ക്ക് അറിയണ്ടേ? കുട്ടികളുടെയും ടീച്ചർമാരുടെയും കാര്യങ്ങളൊക്കെ പറ. എന്നാ ശരി. മടിയാണല്ലോ. എവിടാടാ നീ? ഇവിടെ നിന്ന് പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോ ഈ അച്ഛനങ്ങ് മറന്നല്ലേ? എന്നെ കുറ്റം പറയണ്ട. ഇവിടെ പല സ്ഥലത്ത് റേഞ്ചില്ല. ഇപ്പൊ കൂട്ടം വിട്ട് ഞാനും സ്നേഹയും അല്പം മാറിക്കുവാ ഫാദറിനെ വിളിക്കാൻ വേണ്ടി. ട്രിപ്പ് എങ്ങനെയാടാ? സന്തോഷാന്നോ? ഒന്നും പറയണ്ട ഫാദർ. കൂടെയുള്ളവരൊക്കെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാ. സ്നേഹ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മതി.
അവളുടെ പരാതിയൊക്കെ അങ്ങ് തീരട്ടെ. സ്നേഹമോൾ അടുത്തുണ്ടോടാ? ഒന്ന് കൊടുത്തേ. ദാ, കൊടുക്കാം ഫാദർ. എന്താ മോളെ, കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോ നിന്റെ പരാതിയൊക്കെ മാറിയില്ലേ? നല്ല ട്രിപ്പാ ഫാദർ. എല്ലാവർക്കും രസം പിടിച്ചു വന്നപ്പോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താ? യാത്ര 1-2 ദിവസത്തെ കൂടി നീട്ടിയാലോ എന്നൊരു പ്ലാൻ. ഒക്കെ മോൻ പറയും. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾ തിരിച്ചു വന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ? ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തല്ലേ. വേണ്ടതൊക്കെ ഞങ്ങൾ വഴിയിൽ നിന്ന് പർച്ചേസ് ചെയ്തോളാം. ഞാൻ അരിഞ്ഞു കൊടുക്കവേ. ഞാൻ മൈഥിലി മാമിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വരും. അത് സാരമില്ലടാ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. അതൊക്കെ മൈഥിലി അഡ്ജസ്റ്റ് ചെയ്തോളൂടാ. ഞാൻ പറഞ്ഞോളടാ മൈഥിലിയോട്. ഹേയ്, അതൊന്നും വേണ്ട. എന്ത് കാര്യമാണെങ്കിലും നേരിട്ടല്ലാതെ മറ്റൊരാൾ പറയുന്നത് മൈഥിലി മാമിന് ഇഷ്ടമല്ല. ഞാൻ തന്നെ വിളിച്ചോളാം. എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കണേ. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ദിവസം കഴിയുമ്പോ 2 ദിവസം കൂടി ഒന്നൊരു തോന്നൽ വന്നുകൂടായികയില്ല. ചെറുപ്പക്കാരല്ലേ. എന്തായാലും ഇതിനപ്പുറത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പതുക്കെ സ്കിപ്പാവും. എനിക്ക് അത്ര അധികം നീങ്ങി നിൽക്കാൻ വയ്യ. എന്നാ ഞാൻ വൈകുന്നേരം എല്ലാം ഒന്ന് പ്ലാനായിട്ട് വിളിക്കാം ഫാദർ. ഓ, ആയിക്കോട്ടെ. സന്തോഷായിട്ടും സമാധാനായിട്ടും യാത്ര ചെയ്ത് തിരിച്ചു വാ. അവളെ നോക്കിക്കോണേ. മൈഥിലി മാമിനോട് ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കുന്ന? ജനറൽ മെഡിസിൻ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, വേറെ 2-3 ഡോക്ടർമാരും ഇല്ലേ. ഹോസ്പിറ്റലിൽ ഇപ്പൊ അത്ര വലിയ തിരക്കുമില്ല. പിന്നെന്താ? അത് ശരിയാണ്. പക്ഷേ മൈഥിലി മാം മാറിയിരിക്കുന്നത് പൂർണ്ണമായിട്ട് എന്റെ ധൈര്യത്തിലാ. പറഞ്ഞു 2 ദിവസത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിലേ ഇപ്പോഴങ്ങ് പറഞ്ഞേക്കണം. ഞാൻ വെറുതെ സങ്കല്പം കെട്ടിപ്പൊക്കി പ്രതീക്ഷിക്കണ്ടല്ലോ. എന്തായാലും തന്റെ സങ്കല്പത്തിന് ഉടവൊന്നും വരുത്തണ്ട. നമ്മൾ പോകുന്നു. നല്ലൊരു സമയം നോക്കി ഞാൻ മാഡത്തിനെ വിളിച്ചോളാം. അങ്ങനെ മെടുക്കം കുട്ടിയായിട്ട് പറ. അതെ, കുറെ നേരമായി നമ്മൾ അവരുടെ അടുത്തുനിന്ന് മുങ്ങിയിട്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? ആയിക്കോട്ടെ. ഒരു കാര്യം സത്യമാണ്, എന്നും ഇല്ലാത്ത വിധം തന്റെ മുഖത്തിന് നല്ലൊരു തെളിച്ചമുണ്ട്. നമ്മൾ വരുന്ന വഴി കുറച്ച് പൂമ്പാറ്റകളെ കണ്ടില്ലേ? അവരൊന്നിച്ച് ചിറകടിച്ച് പറക്കുന്ന കണ്ടപ്പോ അരുൺ എന്താ പറഞ്ഞേ? എന്തൊരു ഭംഗിയാ, എന്തൊരു രസാ നോക്കി നിൽക്കാന്നല്ലേ. മനുഷ്യരുടെ കാര്യം അങ്ങനെയാ. ചിറകടിച്ച് പറക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാ പറക്കലിന് ഭംഗി കൂടും, മുഖം തെളിയും. കൊള്ളാവുന്ന സാഹിത്യത്തിലൂടെ താൻ എന്റെ നെഞ്ചിലിട്ടൊരു കുത്തുകുത്തി. സമാധാനമായി. വന്നേ, നമുക്കിനി വേറെ എവിടെയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ പൂമ്പാറ്റകൾ ഉണ്ടാവും നോക്കാം. ബാ, കേറ്. ഇത് തന്നെയാണോ വീട്? അവര് വഴി പറഞ്ഞതനുസരിച്ച് ഇത് തന്നെയാ വീട്. പക്ഷേ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാന്നല്ലേ പറഞ്ഞത്? നമുക്ക് ചിലപ്പോ വീട് തെറ്റിയതായിരിക്കുമോ? പറയാൻ പറ്റില്ല മൈഥിലി. അങ്ങനെയാണെങ്കിൽ കുട്ടിച്ച മുൻപ് ആരെ അതിശയിപ്പിക്കുന്ന ബിസിനസ്സുകാരനായിരുന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ KTK ജോസിന്റെ വീട് ഇത് തന്നെയാ. നിങ്ങളെവിടെന്നാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഇത് ഡോക്ടർ മൈഥിലി. ഞങ്ങൾക്ക് മിസ്റ്റർ ജോസിനൊന്ന് കാണണമായിരുന്നു. ജോസേട്ടൻ കിടപ്പില. കുറെ കാലം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വീട്ടിൽ തന്നെയാ ചികിത്സയൊക്കെ. ഒരു ഭാഗം തളർന്നു കിടക്കുകയായിരുന്നു. ഇപ്പൊ ശരിയായി വരുന്നേ ഉള്ളൂ. ഫിസിയോതെറാപ്പിസ്റ്റ് ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. എന്ത് കാര്യത്തിനാ നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നേ? അത് അദ്ദേഹത്തിനൊന്ന് കണ്ടാ. കാണാൻ വരുന്ന എല്ലാവരെയും ഒഴിവാക്കിയാ ചെയ്യുന്നത്. അടുത്ത് ചെന്നിരിക്കുന്ന ഇഷ്ടമല്ല. ബിസിനസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ആണെങ്കിൽ പ്രത്യേകിച്ചും. ബിസിനസിന്റെ കാര്യമല്ല, മിസ്റ്റർ ജോസിന് അറിയുന്ന ഒരാളെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാ.
ഞങ്ങള് ഒരുപാട് ദൂരെന്നാ വരുന്നേ. അന്വേഷിച്ച് തന്നെ ഒരുപാട് അലഞ്ഞു. ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. KTK ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നതൊക്കെ വലിയ വലിയ കഥകളാ. വലിയ വലിയ കഥകള്. പല കഥകളുടെ അവസാനം വലിയൊരു ദുരന്തമല്ലേ? അതുപോലൊന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. നിങ്ങള് അത്രയൊക്കെ അറിഞ്ഞാ മതി. വരൂ. ജോസേട്ടാ, രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്. എന്തിന്? ഒന്ന് നേരിട്ട് സംസാരിക്കണമെന്ന്. വേണ്ട, ഏതെങ്കിലും ഓൺലൈൻ പത്രക്കാരായിരിക്കും. ഇനി ഞാൻ ജനിച്ചതു മുതൽ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം. ഒരാള് ഡോക്ടറാ. നിങ്ങളെ സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇതിലാരാ ഡോക്ടർ? ഞാനാ. ആ, ഇരിക്കേ. പേര് മൈഥിലി. സത്യത്തിലിപ്പോ ഡോക്ടർമാരടുത്ത് വരുമ്പോ പേടിയാ എനിക്ക്. കാരണം എന്താണെന്നറിയോ? വന്നു കഴിഞ്ഞാ അവരോരോന്ന് കണ്ടുപിടിക്കും. ഓരോരോ കുറവുകൾ. കണ്ടുപിടിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണിയെടുക്കാനാവാത്തത്ര ശാരീരിക പ്രശ്നങ്ങളാ. നിങ്ങൾ വന്ന എന്തിനാ? ഒരാളെ കുറിച്ചൊരു വിവരം അറിയണം. ആരെക്കുറിച്ച്? മുൻപ് KTK ഗ്രൂപ്പിൽ അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മായാമഹേശ്വരി. മേഴ്സി, മേഴ്സി, മേഴ്സി ഇങ്ങ് വന്നേ. എന്താ? എനിക്ക് കിടക്കണം. ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങ്. പോകാൻ നോക്ക്. അല്ല, അങ്ങനെ ഒരു പേര് ജീവിതത്തിൽ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. എനിക്ക് അവളെ കുറിച്ചൊന്നും പറയാനില്ല. എന്നോട് ആരും ഒന്നും ചോദിക്കുകയും വേണ്ട. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, പ്ലീസ്. പുറത്ത് വാതിലടച്ചേക്ക്. അടയ്ക്കാനാ പറഞ്ഞത്.